CPIM 24-ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ പ്രൗഢഗംഭീരമായ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. 84-അംഗ കേന്ദ്ര കമ്മിറ്റിയെ അല്പസമയത്തിനകം തിരഞ്ഞെടുക്കും. അതിനുശേഷം അത് പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ഒപ്പം ജനറൽ സെക്രട്ടറിയെയും അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാനാകും. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാർട്ടി കോൺഗ്രസ് അതിൻ്റെ നിർണായകമായ രാഷ്ട്രീയ പ്രക്രിയകളൊക്കെ പൂർത്തീകരിച്ച് നീങ്ങുന്നു. അതിൻ്റെ നിർണായകമായൊരു ഘടകമാണ് പുതിയ കമ്മിറ്റി എന്നുള്ളത്. ആ പുതിയ കമ്മിറ്റിയെ അല്പസമയത്തിനകം തിരഞ്ഞെടുക്കും. അതിനുശേഷം ജനറൽ സെക്രട്ടറിയെ കൂടി തിരഞ്ഞെടുക്കുകയും ഔദ്യോഗിക പ്രഖ്യാപനത്തോടുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്യും. MA ബേബിയാണ് ജനറൽ സെക്രട്ടറി എന്ന സൂചനകൾ, ശക്തമായ സൂചനകളും എത്തുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുരയിൽ പുരോഗമിക്കുന്നു. വൈകിട്ട് വൻ റാലിയോട് ലക്ഷക്കണക്കിന് പേർ പങ്കെടുക്കുന്ന മഹാറാലിയോടുകൂടിയായിരിക്കും പൊതുസമ്മേളനം നടക്കുക. അതോടുകൂടിയാണ് പാർട്ടി കോൺഗ്രസ്സിന് 24-ാം പാർട്ടി കോൺഗ്രസ്സിന് പൂർണ്ണത കൈവരുക. കെ രാജേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്നും ചേരുകയാണ്. രാജേന്ദ്രൻ, പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ നൽകാനാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ നേരത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പാനൽ തയ്യാറാക്കി ആ പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ അതിനകത്ത് ഒരു പ്രതിനിധി മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു. CPIM എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുക മാത്രമല്ല അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. 830ഓളം പ്രതിനിധികളുണ്ട്. അതിനകത്ത് ഒരാളാണ്, ഉത്തർപ്രദേശിൽ നിന്ന് ഒരാളാണ് മത്സരിക്കാൻ രംഗത്ത് വന്നു. ആ പാനലിനെതിരെ മത്സരം രംഗത്ത് വന്നു. അങ്ങനെ ഒരാൾ മത്സരിക്കാൻ രംഗത്ത് വന്നാൽ പോലും ആ മത്സരം നടത്തണം. അതാണ് CPIMൻ്റെ ഒരു രീതി, അതാണ് CPIMൻ്റെ ഒരു നടപടിക്രമം, അതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി, തെരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം പൂർത്തിയാക്കി. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ബാക്കി എന്താണ് ഇതിൻ്റെ ഫലം, അതെല്ലാം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ വോട്ടെണ്ണലുണ്ടാവും. അതിനുശേഷം അതിൻ്റെ ഫലം അനുസരിച്ച് കേന്ദ്ര കമ്മിറ്റി വീണ്ടും ചേർന്ന് അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ജനാധിപത്യപരമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കേന്ദ്ര കമ്മിറ്റി വീണ്ടും പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ വരും. പുതിയ പാനൽ ഉണ്ടെങ്കിൽ, പുതിയ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് വീണ്ടും അവതരിപ്പിക്കും. അതിനുശേഷമായിരിക്കും പൊളിറ്റ് ബ്യൂറോയുടെ പ്രഖ്യാപനം. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരെല്ലാമാണെന്ന് പ്രഖ്യാപിക്കുക. ഇതാണ് നമുക്ക് ഇതുവരെ നൽകാൻ കഴിയുന്ന കാര്യം. ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം, ഇതുവരെ ആരെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം തന്നെ സാധ്യതാ പട്ടികയാണ് നമ്മളെല്ലാം കൊടുത്തത്. ആ പാനലിലുള്ള പേരുകളാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് അന്തിമമെന്ന് പറയാൻ സാധിക്കില്ല. പാനലിലുള്ള പേരുകളാണ് നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. ആ പേരുകൾ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഒരു എതിരഭിപ്രായം വന്നു. തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. അല്പസമയത്തിനകം ഒരു ഉച്ചഭക്ഷണം എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സമ്മേളനം പാർട്ടി കോൺഗ്രസ് ചേരും. അതിനുശേഷം ശേഷിക്കുന്ന നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. പിന്നീട് ഇതിൻ്റെ ഒരു പ്രതിനിധി സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം എന്ന രീതിയിൽ നേതാക്കൾ സമ്മേളിക്കും. അവിടെ വെച്ച് പൊളിറ്റ് ബ്യൂറോയുടെ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ടാണ് പുതിയ സെക്രട്ടറിയെ പ്രഖ്യാപിക്കുക. സെക്രട്ടറിയെ അതിനകത്ത് ഏറ്റവും സൂചന നമുക്ക് ലഭ്യമാവുന്ന സൂചന അനുസരിച്ച് MA ബേബി ആയിരിക്കും പുതിയ ജനറൽ സെക്രട്ടറി. മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം തന്നെ പേരുകൾ അവിടെ വായിക്കും. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പേരുകൾ വായിക്കും. പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവിടെ വന്ന് ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. അതിനുശേഷം പുതിയ ജനറൽ സെക്രട്ടറി സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യും. അതിനുശേഷം സാർവദേശീയ വിപ്ലവ ഗാനം ചൊല്ലി പ്രതിനിധി സമ്മേളനം സമാപിക്കും. പ്രതിനിധി സമ്മേളനം സമാപിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ അകലെയുള്ള ഒരു മൈതാനത്ത് വെച്ചാണ് സമാപന പൊതുസമ്മേളനം നടക്കുന്നത്. സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി പതിനായിരക്കണക്കിന് CPIM പ്രവർത്തകരും അനുഭാവികളും എല്ലാമാണ് ഈ മധുരയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ഇതിൻ്റെ പുറത്തെല്ലാം തന്നെ ഒരുപാട് പേര്, അകത്തും പുറത്തുമെല്ലാമായി ഈ ഹാളിൻ്റെ പുറത്തെല്ലാമായി നിരവധി പേര് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് പേരാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മധുരയിൽ നിന്ന് നടക്കുന്ന ഈ ഒരു സമാപന പൊതുസമ്മേളനത്തിന് ശേഷം സമ്മേളനത്തിന് തിരശ്ശീല വീഴും. അജിംഷാദ്.